സമരാഗ്നി പര്യടനം നടത്തുന്ന 6ാമത്തെ ജില്ലയാണ് പാലക്കാട്. എല്ലാ ജില്ലയിലും വൻ സ്വീകരണമാണ് നമുക്ക് ലഭിച്ചത്. ഇത്ര ആവേശഭരിതരായ കോൺഗ്രസ് പ്രവർത്തകരെ അപൂർവമായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സർക്കാരിനോടുള്ള ജനങ്ങളുടെ വെറുപ്പിന്റെ തീവ്രത വ്യക്തമാക്കുന്നതാണ് സമരാഗ്നിയിലേക്ക് ഒഴുകിയെത്തുന്ന ജനങ്ങൾ. പൗരപ്രമുഖരോടൊപ്പം ഉണ്ടും ഉറങ്ങിയുമുള്ള യാത്ര അല്ലിത്. ഞങ്ങൾ സാധാരണക്കാരായ, കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ആളുകളെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്രയുമായി മുൻപോട്ട് പോകുന്നത്. അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും നേരിട്ടറിഞ്ഞ് അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയുള്ള യാത്രയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് നാശം വിതക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഉള്ളത് എന്ന് എല്ലാ ആളുകൾക്കും അറിയാം. രാഷ്ട്രീയ ഭേദമന്യേ അത് അംഗീകരിച്ച ഒരു പൊതുവിശ്വാസമാണ്. പക്ഷേ രാഷ്ട്രീയത്തിന്റെ നിറന്നൂക്കി ചിലപ്പോൾ ഒരു വിഭാഗം ആളുകൾ അത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെ മനസ്സിനകത്തും ഞാനീ പറഞ്ഞ പ്രശ്നം നിലനിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഒരു രാജ്യം കത്തിയമർന്നപ്പോൾ വീണ പഴിച്ച നീരോ ചക്രവർത്തിയെ പോലെയാണ് കേന്ദ്രം ഭരിക്കുന്ന മോദിയും സംസ്ഥാനം ഭരിക്കുന്ന പിണറായിയും. ജനങ്ങളെ ദ്രോഹിക്കുന്നതിൽ ഇരുവരും തുല്യരാണ്, അണ്ണനും തമ്പിയുമാണ് എന്നതാണ് ജനസംസാരം. തന്റെ കൈകൾ ശുദ്ധമാണ്, മടിയിൽ കരമില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി പറഞ്ഞാൽ ജനം തെരുവിൽ അദ്ദേഹത്തെ നേരിടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തുടരാമെന്ന് ബാംഗ്ലൂർ ഹൈക്കോടതിയുടെ വിധി പിണറായി വിജയന്റെ കുടുംബാധിപത്യ കൊള്ളയുടെ മടിവാതിൽ തുറക്കുന്നതാണ്. ദിവസം ഏറെ കാത്തിരിക്കാതെ തന്നെ യാഥാർത്ഥ്യം നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. അന്വേഷണ കാലാവധി 8 മാസമായി നൽകിയത് കേസ് അട്ടിമറിക്കാനാണോ എന്നുള്ള സംശയവും ബലപ്പെടുന്നുണ്ട്. അഴിമതിയിൽ മുങ്ങിത്താഴുന്ന പിണറായി വിജയനെ ഇനിയും താങ്ങണമോ എന്ന് CPM-ഉം LDF-ഉം ഗോവിന്ദൻ മാഷ് ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ പറഞ്ഞിട്ടുണ്ട്. ന്യായീകരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം നിസ്സംഗമാണ്. എന്തും ഏതും ന്യായീകരിച്ച MP ഗോവിന്ദൻ മാസ്റ്റർ പോലും എക്സ്ട്രാലോജിക് കമ്പനിയുടെ കേസിനെ സംബന്ധിച്ച് ഒരു കമന്റ് അടിക്കാൻ മനസ്സ് കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ പോലും അതേക്കുറിച്ചുള്ള കുറ്റബോധമോ അല്ലെങ്കിൽ തെറ്റെന്ന ബോധമോ അതിശക്തിമത്താണ് എന്നതിന്റെ തെളിവായി അത് തോന്നുകയാണ്. പിണറായി വിജയൻ മകളുടെ എക്സാലോജിക് കമ്പനി കമ്പനിയായ CMRL-ൽ നിന്നും 1.72 കോടി രൂപ കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നും ഇത് അതീവ ഗുരുതരമായ സാമ്പത്തിക കുറ്റമാണെന്നുമാണ് ബാംഗ്ലൂരിലെ കോടതി വിധിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കേരളത്തിന്റെ തീരവും അവിടെ അമൂല്യമായ കരിമണലും മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ കടത്തിക്കൊണ്ടുപോകാൻ കൂട്ടുനിന്നതിന് കാലം നൽകുന്ന തിരിച്ചടിയാണ് ഈ പ്രശ്നം. ഈ തിരിച്ചടി എന്ന കാര്യത്തിൽ തർക്കമില്ല. പിണറായി വിജയൻ മാത്രമല്ല, CPM ദേശീയ ജനറൽ സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോയും സകലരും ഇതിൽ കൂട്ടുപ്രതികളാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. കേരളത്തിന്റെ കരയും കടലും കവർന്നതിന് പിണറായിക്ക് കിട്ടിയ പണത്തിന്റെ വലിയൊരളവ് ദേശീയ തലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അഖിലേന്ത്യാ പാർട്ടിയുടെ സാമ്പത്തിക പ്രയാസങ്ങൾ മിക്കവാറും പരിഹരിക്കുന്നത് കേരളത്തിന്റെ ഘടകമാണ്, പിണറായി വിജയനാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. CPM-നെ ദേശീയ തലത്തിൽ പിടിച്ചു നിർത്തുന്നത് കേരളത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഈ കൂറ്റൻ ഫണ്ടാണ്. സ്വകാര്യ കമ്പനിക്ക് കനാനുമതി ഫണ്ടിൽ നിന്ന് കേന്ദ്ര ഉത്തരവ് 2019 ഫെബ്രുവരിയിൽ കരാർ റദ്ദാക്കേണ്ടതായിരുന്നു. എന്നാൽ ഒളിഞ്ഞും തെളിഞ്ഞും മുഖ്യമന്ത്രി ഇടപെട്ട് 2023 വരെ സജീവമാക്കി നിർത്തി. ഈ കാലയളവിൽ കോടിക്കണക്കിന് രൂപയുടെ കരിമണൽ കേരള തീരത്ത് നിന്ന് പുഴുവിലക്ക് ഖനനം ചെയ്ത് കടത്തി. ഇതിനുള്ള പ്രതിഫലനമാണ് മാസപ്പടിയായും വാർഷിക പടിയായും ഒക്കെ പിണറായിക്കും കുടുംബത്തിനും ലഭിച്ചത് എന്നതൊരു സത്യമാണ്. എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ കേരളത്തിലെ നെൽ കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ്.
ഇന്നിപ്പോ ഞങ്ങള് ഇന്ന് പരാതി കേട്ട കൂട്ടത്തിൽ ഏറ്റവും വലിയ ഉയർന്ന പ്രശ്നം പറഞ്ഞ വിഭാഗമാണ് നെൽകർഷകന്മാർ. കർഷക ദ്രോഹത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒരേ നിലപാടാണ്, ഒരേ നയമാണ്. ഡൽഹിയിലെ കർഷക മാർച്ചിനെ ക്രൂരമായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ പോലീസ് നേരിടുന്നത്. ഒരു ഭീകരവാദിയെ പോലെയാണ് കർഷകരെ സർക്കാർ കാണുന്നത്. ഇവിടെ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ജാഥ നടത്തുമ്പോൾ വഴിയോരത്തും നടന്നുപോയ ആളുകൾക്ക് നേരെ നടത്തിയ തല്ല് പോലെ അതിനും ഭീകരമായാണ് ഈ കർഷകർക്കെതിരെ ഡൽഹിയിൽ BJP ഗവൺമെന്റ് നടത്തുന്ന അക്രമം എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കേന്ദ്ര സർക്കാരിന്റെ 3 കർഷക ദ്രോഹ ബില്ലിനെതിരെ സമരം ചെയ്ത 700 കർഷകർക്കാണ് ജീവൻ നഷ്ടമായത് എന്ന് ഓർമ്മ വേണം. കഴിഞ്ഞ 9 വർഷത്തെ മോദി ഭരണത്തിൽ 1 ലക്ഷത്തിലധികം കർഷകരാണ് രാജ്യത്ത് ആത്മഹത്യ ചെയ്തത്. ഒരു രാഷ്ട്രത്തിൽ 1 ലക്ഷത്തിലേറെ ആളുകൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ഈ നാടിന്റെ സ്ഥിതി എന്താണ്? ഗൗരവമായി ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. 1ഉം 2ഉം പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രം കേരളത്തിൽ 42 കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നവകേരള സദസ്സിന് ശേഷം മാത്രം 6ഓളം കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഈ കൊച്ചു കേരളത്തിൽ സംഭരിച്ച നെല്ലിന്റെ വില കൃത്യമായി നൽകുന്നില്ല. ഇന്നിപ്പോ പരാതി പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു പരാതി, കർഷകന്മാരുടെ പരാതി അതാണ്. സംഭരിച്ച നെല്ലിന്റെ വില കൃത്യമായി നൽകുന്നില്ല. നെൽ കർഷകർക്ക് മണക്കുരുക്കായി PRS വായ്പാ സംവിധാനം മാറി. സർക്കാർ സമയത്ത് പണം കൈമാറാത്തതിനാൽ കർഷകനും ബാങ്കുകൾക്ക് വായ്പ നൽകാത്ത സ്ഥിതിയാണ്. ഇത് കാരണം കർഷകന് കൃഷി ഇറക്കാൻ കഴിയാതെ അവർ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പറമ്പിക്കുളം ആളിയാർ ഡാമിൽ ധാരാളം വെള്ളം ഉണ്ടായിട്ടും ചിറ്റൂരിലെ കർഷകർക്ക് ആവശ്യത്തിന് വെള്ളം നൽകാതെ കർഷകരെ കണ്ണീരിലാക്കുന്ന ഇടത് സർക്കാരിന്റെ നയം തിരുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷയില്ല. സർക്കാർ ഇരയോടൊപ്പമല്ല, വേട്ടക്കാർക്കൊപ്പമാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് വാളയാറിലെ 9ഉം 13ഉം വയസ്സുള്ള സഹോദരിമാരുടെ കൊലപാതകം. തൊട്ടടുത്ത് വണ്ടിപ്പെരിയാറിൽ 5 വയസ്സുള്ള പെൺകുട്ടിയുടെ കൊലപാതകവും മറ്റൊരു തെളിവാണ്. ഇത്രയും ലജ്ജാകരമായ കൊലപാതകങ്ങൾ നടന്നിട്ട് പോലും ഇടതുപക്ഷ സർക്കാരിന് ഒരു കുലുക്കമില്ല. പ്രതികളെ രക്ഷിക്കാൻ നാണംകെട്ട രീതിയിൽ അവിടെ ഇടപെടുന്നു എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഈ നിയമ വ്യവസ്ഥയോട് ആളുകൾക്ക് പരമപുച്ഛം തോന്നുന്ന രീതിയിലേക്ക് അത് തള്ളിമാറ്റും എന്നത് ആശങ്കയോടുകൂടിയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. കേരളത്തിൽ പോസ്കോ കേസുകൾ പെരുകുകയാണ്. കേരളത്തിലെ സർക്കാർ അഭിഭാഷകർ ഇടപെട്ട് ഇത്തരം പല കേസുകളും ഒത്തുതീർപ്പാക്കുകയാണ്. വയനാട് ചേക്കാടിയിൽ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ കറുവാ ദ്വീപ് VSS ജീവനക്കാരൻ പാക്കം സ്വദേശി പോൾ മരിച്ചു. കഴിഞ്ഞ 6 ദിവസത്തിനിടെ മാനന്തവാടി മേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 2ാമത്തെ ആളാണ് മിസ്റ്റർ പോൾ. വയനാട് മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ച പോളിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് റോഡ് മാർഗം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. 1 മണിക്കൂർ 57 മിനിറ്റ് എടുത്തു റോഡ് മാർഗം പോളിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ. സമയം വൈകി എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ജനങ്ങൾക്ക് രക്ഷ നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇനിയൊരു ജീവൻ നഷ്ടപ്പെടരുത്. അതിനു വേണ്ട ജാഗ്രത ഉണ്ടാവണം. നിലവിലുള്ള കിടങ്ങുകൾ, വൈദ്യുത വേലികൾ എന്നിവ പുനഃസ്ഥാപിക്കാനുണ്ടെങ്കിൽ ഉടൻ ചെയ്യണം. പണ്ടത്തെ പോലെയല്ല. ഇപ്പോ ഈ ഫോറസ്റ്റിലൊക്കെ ഒരു അന്യ പ്രദേശത്ത് നിന്നൊരു മൃഗം വന്നു കഴിഞ്ഞാൽ ആ വന്ന നിമിഷം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ അലാറം ഉണ്ടാകും. ആ അലാറം വന്നാൽ ഒരു മൃഗം പുതുതായി വന്നു എന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ശാസ്ത്രീയമായ പുരോഗതി കൈവരിച്ച നാടാണ് നമ്മുടെ നാട്. പക്ഷേ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കണം. അങ്ങനെ വന്നാൽ എവിടെയാണ് ആ മൃഗം എന്ന് അന്വേഷിക്കണം. അന്വേഷിക്കാൻ പോകാത്തത് കൊണ്ടാണ് ഈ കഴിഞ്ഞ 3 മരണം ഉണ്ടായത്. ആദ്യത്തെ മരണത്തിന് ആന എത്തിയെന്ന് 2 ദിവസം മുമ്പ് അവർക്ക് വിവരം കിട്ടിയിട്ട് പോലും ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നതാണ് ആദ്യത്തെ മരണത്തിന്റെ ഒരു കാരണം. 2ാമത്തെ മരണവും അതുപോലെ തന്നെയാണ്. വിവരം കിട്ടി, ഇവർ പോയില്ല, അന്വേഷിച്ചില്ല, എവിടെയാണെന്ന് കണ്ടെത്തിയില്ല. അത് കഴിഞ്ഞ് 4ാമത്തെ ദിവസം അവിടെ ആക്രമണം നടന്നു. പോൾ എന്ന് പറയുന്ന നമ്മുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു മെമ്പർ കൂടിയായ പോൾ മരിച്ചു. അതുപോലെ തന്നെ 2 ദിവസം ഇന്നലെ മരിച്ചതും അതുപോലെ തന്നെയാണ്. അതേ നേരത്തെ കിട്ടി, അവർക്ക് ഇൻഫർമേഷൻ നേരത്തെ കിട്ടി. ആ ഇൻഫർമേഷൻ നേരത്തെ കിട്ടിയെങ്കിൽ ആ മൃഗത്തെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിനുവേണ്ടി ഈ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരും ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവരുടെ അനകൊഴപ്പൻ നയത്തിന്റെ ഭാഗമാണ് ഇപ്പോ ഈ കാണുന്ന മരണങ്ങളെല്ലാം എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ജനങ്ങൾക്ക്
രക്ഷ നൽകുക എന്നാണ് ഏറ്റവും പ്രധാനം. ഇനി ഒരു ജീവൻ നഷ്ടപ്പെടരുത്, അതിനുവേണ്ട ജാഗ്രത ഉണ്ടാകണം. നിലവിലുള്ള കിടങ്ങുകൾ വൈദ്യുത പേരുകളിൽ നിന്ന് പുനഃസ്ഥാപിക്കാനുണ്ടെങ്കിൽ ഉടൻ ചെയ്യണം. കഴിഞ്ഞ 8 വർഷത്തിനിടെ 909 പേരാണ് ആട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നില്ലേ? സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചെങ്കിലും അതിൽ 706 പേർക്ക് മാത്രമാണ് സർക്കാർ ധനസഹായം ലഭിച്ചത്. ബാക്കിയുള്ളവർക്ക് ഇതുവരെയും ധനസഹായം കിട്ടിയിട്ടില്ല. കൊടുക്കാമെന്നേറ്റ ഈ വാഗ്ദാനം അടിയന്തരമായി സംസ്ഥാന സർക്കാർ നിറവേറ്റണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടി ഇടതുപക്ഷ സർക്കാരിന്റെ പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളും ജനമനസ്സിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മൾ ഈ ജാഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വളരെ കൃത്യമായി നമുക്ക് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. വൻ ജനാവലി കൂടുന്ന യോഗങ്ങളിലൊക്കെ ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ മനസ്സിൽ മുഖമുലക്കെടുത്ത് മുൻപോട്ട് പോകാൻ സാധിക്കുന്ന പാർട്ടി പ്രവർത്തകന്മാർ കോൺഗ്രസിന് അനുഗ്രഹമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് രംഗത്ത് സക്രിയമായി ഈ തെരഞ്ഞെടുപ്പിനെ സക്രിയമായി പ്രതികരിക്കാൻ നമ്മുടെ കോൺഗ്രസിന്റെ പാർട്ടി UDF-ന്റെ പാർട്ടി പ്രവർത്തകന്മാർ സജ്ജമായിരിക്കുന്നു എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കരിമണൽ കമ്പനിയെ കൂടുതൽ സഹായിച്ചു എന്നുള്ള തെളിവുകൾ കൂടുതൽ നിശ്ചയമായും അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. മറ്റെന്തിനെ കുറിച്ചിട്ടും കമന്റ് അടിക്കുന്ന ഗോവിന്ദൻ മാഷ്ക്ക് ഒരെല്ലിന് നാവിന് എല്ലില്ല എന്ന് തെളിയിച്ചുകൊണ്ട് എന്തും പറയുന്ന ഒരു മനുഷ്യൻ ഇത് ഈ രീതിയിൽ പ്രതികരിക്കണമെങ്കിൽ അത് അറിവിന്റെ പൂർണ്ണമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? സ്വാഭാവികമാണ്. അദ്ദേഹത്തിന് ഇത് പറയാൻ സാധിക്കില്ല. പറഞ്ഞാൽ അദ്ദേഹവും കുടുങ്ങും എന്നർത്ഥം. ചർച്ചകളും ഒക്കെ നടന്ന സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ക്ലിഫ് ഹൗസ് കൂടെ വന്നിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഈ ഒരു സ്ഥാനത്തേക്ക് തുറന്നുകൊണ്ട് ഈ ഒരു അന്വേഷണം തുടങ്ങുന്നതിൽ ഒരു ഔചിത്യ പ്രശ്നമുണ്ടോ? അത് അദ്ദേഹത്തിന്റെ രാജി പാർട്ടി ആവശ്യപ്പെടുന്നുണ്ടോ? ഞാൻ പറയും, ഞങ്ങളിപ്പോ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയെ പോലത്തെ ഒരാൾ ഇത്തരം ഒരു കേസിന്റെ അകത്ത് പ്രതിയായി വന്നാൽ മാന്യതയുണ്ടെങ്കിൽ, ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, ജനങ്ങളോട് വല്ല ബാധ്യതയുമുണ്ടെങ്കിൽ തലസ്ഥാനം രാജിവെച്ച് ഈ പറയുന്ന കേസിന്റെ പൂർണ്ണത കൈവരിക്കുന്നത് വരെ മാറി നിൽക്കണം എന്നത് ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ്. ആ പാരമ്പര്യം അന്തസ്സും തറവാടിത്തവുമുള്ള ആളുകൾ അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കും. പിണറായി വിജയൻ അതുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ കാണാൻ പോകുന്ന ഒരു പൂരമാണ്. കണ്ടിട്ട് പറയാം. കോട്ടയം ജില്ലയിലെ ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ പ്രഖ്യാപിച്ചു. ഇപ്പോഴും സീറ്റ് വിഭജനം യുഡിഎഫിൽ അതിനൊക്കെ ഉത്തരം പറയാൻ പ്രതിപക്ഷ നേതാവാണ്. അതിന്റെ ഏറ്റവും ഉത്തമനായ വ്യക്തി പാർട്ടിയിൽ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. അല്ല, UDF-ന്റെ ചർച്ചകൾ ആരംഭിച്ചു. മറ്റ് ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകളെല്ലാം തീർന്നു. മുസ്ലിം ലീഗായിട്ടുള്ള ചർച്ചയാണ് പൂർത്തിയാക്കേണ്ടിയിരുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് അസംബ്ലി സമ്മേളനം രാത്രി 8 മണി വരെ നീണ്ടതുകൊണ്ടാണ് അന്ന് നടക്കാതെ പോയത്. പിറ്റേ ദിവസം ലീഗ് നേതാക്കൾ എല്ലാവരും ഡൽഹിയിലേക്ക് അവരുടെ കേന്ദ്ര ഓഫീസിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് പോയി. അവർ ഇന്ന് രാവിലെയാണ് എല്ലാവരും തിരിച്ചു വരുന്നത്. വന്നതിന് ശേഷം ഒരുമിച്ച് ആ ചർച്ച തുടരും. ബാക്കി എല്ലാവരുമായിട്ടുള്ള ചർച്ച എല്ലാ ഘടകകക്ഷികളായിട്ടും പൂർത്തിയാക്കി. ഇങ്ങനൊരു അസൗകര്യം വന്നുകൊണ്ടാണ് അത് വൈകിയത്. അവർ പോയിട്ട് തിരിച്ച് എത്തിക്കഴിഞ്ഞാൽ ഇന്നും നാളെയൊക്കെ ആയിട്ട് അത് ഞങ്ങൾ ആ ചർച്ച തുടരും. അല്ല, അതൊക്കെ ചർച്ചകളുടെ ഭാഗമായിട്ട് ഉയരുന്ന കാര്യങ്ങളല്ലേ. അത് നമ്മൾ ഒരു തീരുമാനം എടുക്കുമല്ലോ, സ്വാഭാവികമായിട്ട് ഇതെല്ലാം വരുന്നല്ലേ. കോൺഗ്രസിനെ ആദ്യം പുലർത്തിയ ആളാണ് KM ജോർജ് കേരളത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ആ ഒരു സ്ഥാനാർത്ഥി എങ്ങനെ ഉൾക്കൊള്ളു? ഇപ്പോഴാണോ ഫ്രാൻസിസ് ജോർജ് ആദ്യമായിട്ട് UDF-ന്റെ സ്ഥാനാർത്ഥിയാവുന്നു? ഇതിന് മുമ്പ് UDF സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജ് മത്സരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇടുക്കിയിൽ മത്സരിച്ചില്ലേ? ചോദ്യത്തിൻ്റെ കേരള കോൺഗ്രസുമായിട്ട് കോൺഗ്രസിന് എത്രയോ വർഷത്തെ ഹൃദയബന്ധവും ആത്മബന്ധമുള്ള പാർട്ടികളാണ്. കേരള കോൺഗ്രസ് തന്നെ പിന്നീട് കോൺഗ്രസിന്റെ ഭാഗമായില്ലേ? ഈ കോൺഗ്രസിന്റെ കൂടെ UDF-ലുണ്ടായില്ലേ? വയനാട് വന്യജീവി ആക്രമണത്തിൽ വലിയ പ്രതിഷേധം ഇന്ന് അവിടെ നടക്കുകയാണ്.
20-ാം തീയതി ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു ഉന്നതതല യോഗം വിളിച്ചു വൈകിയോ സർക്കാർ നടപടിയെടുക്കാൻ? വളരെ വൈകി. ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചു. സർക്കാർ, പ്രത്യേകിച്ച് വനം മന്ത്രി നിഷ്ക്രിയനായി നിസ്സംഗനായി ഇരിക്കുകയാണ്. എത്രയോ പ്രാവശ്യം ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതായത് ഒരു പ്രശ്നം ഉണ്ടായാൽ നിരന്തരമായി ഉണ്ടാകുന്നു. എല്ലാ കേരളത്തിന്റെ വനാതിർത്തികളിൽ മുഴുവൻ നിരന്തരമായി പ്രശ്നം ഉണ്ടാകുന്നു. വയനാട്ടിൽ അത് കൂടുതലാണ്. ഇന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്താണ്? കാട്ടാനയുടെ ശല്യമാണ്. പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് 54 കിലോമീറ്റർ വനാതിർത്തിയിലുള്ള പ്രശ്നമാണ് പറഞ്ഞത്. അപ്പം ഇത് സംസ്ഥാന വ്യാപകമായി ഈ വിഷയമുണ്ട്. ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണ്ടേ? അത് ചെയ്യാൻ ഹ്രസ്വകാലത്തേക്കോ ദീർഘകാലത്തേക്കുള്ള ഒരു പരിപാടിയും സർക്കാരിനില്ല. മന്ത്രിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മന്ത്രിയായതുകൊണ്ടാണ് ആന കാട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ എന്ന് ചോദിക്കും. ഞങ്ങൾ പറഞ്ഞു പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടോ ശശീന്ദ്രൻ മന്ത്രി ആയതുകൊണ്ടല്ലോ ആന ഇറങ്ങി വരുന്നത്. പക്ഷെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ സർക്കാരിനൊരു മെക്കാനിസം വേണ്ടേ? എന്താ പദ്ധതി എന്ന് വെച്ചാൽ ഒരു പരിപാടിയില്ല, ഒരു പദ്ധതിയില്ല. പിന്നെ നഷ്ടപരിഹാരം കൊടുക്കില്ല. കൃത്യമായിട്ട് 7000 പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാറുണ്ട്. ഈ വനാതിർത്തികളിൽ മനുഷ്യൻ കൊല ചെയ്യപ്പെടുന്നു വന്യജീവികളാൽ. മാത്രമല്ല കൃഷി മുഴുവൻ നശിച്ചു. അപ്പൊ പറയില്ലേ, തെങ്ങ് കൃഷിക്കാർ ആന വന്ന് തെങ്ങ് പറിച്ചിടുകയാണ്. പന്നി വന്ന് ഭൂമിക്കടിയിലുള്ള മുഴുവൻ കിഴങ്ങ് കൃഷി നശിപ്പിച്ചു. കുരങ്ങൻ വന്ന് കവുങ്ങിന്ന് അടക്കയും എടുത്തെടുക്കും, തെങ്ങിൽ നിന്ന് നാളികേരം ഇട്ടുകൊണ്ട് പോകും. ആന വന്ന് കൂട്ടമായി വാഴത്തോട്ടവും മറ്റതെല്ലാം നശിപ്പിക്കും. അവരുടെ ഉപജീവനം അതാണ്. ആ കാർഷിക മേഖലയിൽ ഗവൺമെന്റ് അതിന് തുച്ഛമായ നഷ്ടപരിഹാരമാണ് ഉള്ളത്. ആ നഷ്ടപരിഹാരം കൊടുക്കാത്തവരുടെ നമ്പർ 7000-ത്തിലധികം വരും. ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ പ്രസിഡന്റ് ഇപ്പോൾ വായിച്ചപ്പോൾ പറഞ്ഞില്ലേ, 909 പേർ വന്യജീവി ആക്രമണത്തിൽ സമീപകാലത്ത് കൊല്ലപ്പെട്ടു. ഈ ഡിസംബർ വരെ 85 പേരാണ് വന്യജീവി ആക്രമണത്തിൽ ഈ വർഷം മരിച്ചത്. ഈ ഡിസംബർ വരെ. ഇപ്പോഴുള്ള കണക്കൊക്കെ പറയണം. ഇന്നലെയും അടുത്ത ദിവസമൊക്കെ ഉണ്ടായത്. ഇപ്പോൾ മാനന്തവാടിയിൽ സംഭവം ഉണ്ടായപ്പോൾ ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്ന് വളരെ ശക്തമായി സമ്മർദ്ദം ചെലുത്തി. എന്നിട്ട് എന്ത് സ്റ്റെപ്പാണ് ഗവൺമെന്റ് എടുത്തത്? ഇപ്പോഴും ആന കാട്ടിലിറങ്ങുകയാണ്. ആന കാട്ടിലിറങ്ങിയ വനം വകുപ്പിനെ അറിയുക. എന്നിട്ട് വനം വകുപ്പ് വേറെ നടപടികളൊന്നുമില്ല, ഒരു കാര്യമില്ല. മറ്റേ ആദ്യത്തെ ആളെ മാനന്തവാടിയിൽ കൊന്ന ആനയെ ഇതുവരെ മയക്കുമരുന്ന് വെച്ച് തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം നിലവിലുള്ള സംവിധാനം അപര്യാപ്തമാണോ? കുറെ കൂടി മെച്ചപ്പെടുന്നു. ജനങ്ങൾ എന്തൊരു ഭീതിയില്ല. ഞാൻ മാനന്തവാടിയിലൊക്കെ പോയപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നു, കടുവ ഇറങ്ങുന്നു. ബത്തേരി നിയോജകമണ്ഡലത്തിൽ മാത്രം 5 കടുവയാണ് ഇറങ്ങിയിരിക്കുന്നു. ആന ഇറങ്ങുന്നു. കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റുമോ? ഒരു പുല്ല് വെട്ടാൻ പറ്റുമോ? പാല് കൊണ്ടു കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾ ചോദിച്ചാണ് നിയമസഭയിൽ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? ഒരു ആരാധനാലയത്തിൽ പോകാൻ പറ്റുമോ? എന്തൊരു ഭീതിയാണ്. ആ പ്രദേശത്ത് മുഴുവൻ ഉപജീവന മാർഗങ്ങൾ വരെ ഇല്ലാതായി. പശുവിനെ കിടന്നൊക്കെ ജീവിക്കുന്ന ആളാണ്. പാല് പോലും കൊണ്ടേ കൊടുക്കാൻ പറ്റുന്നില്ല. അത്ര അപകടകരമായ നിലയിലേക്ക് പോവുകയാണ് ഈ മനുഷ്യനും വന്യജീവികളുള്ള സംഘർഷം. ഒരു പരിപാടിയില്ല സർക്കാരിൻ്റെ കയ്യിൽ. വയനാട് MP ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ പ്ലാൻ മാത്രമാണ് ലോക്സഭയിൽ വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഇടപെടൽ അവിടെ കാര്യമായി ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഏത് MP-ക്ക് ഇപ്പൊ പാലക്കാട് MP ഇവിടെ ഇരിക്കുന്നുണ്ട്, ചിറ്റൂർ MP-ക്ക് ഇവിടെ ഇരിക്കുന്നു. MP-മാരാണോ വന്യജീവി ആക്രമണത്തെ നേരിടേണ്ടത്? ആണോ? ഗവൺമെന്റ് ആണ്, വനം വകുപ്പാണ്. MP-മാരാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങളിപ്പോ വൈൽഡ് ലൈഫ് ആക്ട് അമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂവിയാണ്. MP-മാർ ഇപ്പൊ രമ്യ ഹരിദാസും ശ്രീകണ്ഠനും രാഹുൽ ഗാന്ധിയാണ് ആന കാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരിടുന്നത്. അത് സ്റ്റേറ്റിന്റെ ഫോഴ്സാണ് അതിന് ചെയ്യേണ്ടത്. ഞങ്ങൾ നിരന്തരമായി നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവരില്ലേ? എത്രാമത്തെ പ്രാവശ്യമാണ് കൊണ്ടുവരുന്നത്? ആ മന്ത്രിയുടെ മറുപടി നിങ്ങളൊന്ന് കേൾക്ക്. ഞാൻ മന്ത്രി ആയതുകൊണ്ടാണ് വന്യജീവികൾ ഇറങ്ങുന്നതെന്നാണ് ചോദിക്കുന്നത്. MP-മാരാണ് അത് കൈകാര്യം ചെയ്യുന്നത്, MLA-മാരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അല്ല, അതിപ്പോ ഈ ഡൽഹിയിലെ മോഡിയും ഇവിടുത്തെ പിണറായി വിജയനും ഒരുപോലെയാണല്ലോ. ആരും സമരം ചെയ്യാൻ പാടില്ലല്ലോ കേരളത്തിലും ഡൽഹിയിലൊന്നും. കാരണം ഏകാധിപതികളാണല്ലോ ഇവരെ അവരോട് സമരം ചെയ്യാനെന്നാണ് അവരുടെ ധാരണ. അത് ശരിയല്ല. ഇതൊക്കെ ഞങ്ങളിത് നിയമസഭയിൽ തന്നെ മുൻകൂട്ടി പറഞ്ഞു. വൈകാരികമായ പ്രതികരണം ഉണ്ടാവും. മനുഷ്യന്റെ മരണഭീതിയിൽ നിന്നാണ് ഈ പ്രതികരണം ഉണ്ടാവുന്നത്. ഭയന്നിട്ടാണ് ഇറങ്ങുന്നത്. അല്ലാതെ അവർ മാവോയിസ്റ്റുകളോ തീവ്രവാദികളോ ഒന്നും ആക്കി നിങ്ങളവരെ ചിത്രീകരിക്കേണ്ട. ഇതൊക്കെ സ്വാഭാവികമായ പ്രതികരണമാണ്. പരിപരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുതി ജീവിക്കുന്ന മനുഷ്യരാണ്.
സങ്കടങ്ങൾ മാത്രം ബാക്കിയുള്ള. ഇവിടെ ഇപ്പോൾ എത്ര പേര് വന്ന് വിതുമ്പി, ഇവിടെ വന്ന് സങ്കടങ്ങൾ പറഞ്ഞു. ഞങ്ങളിത് കാസർഗോഡ് പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വന്യാതിർത്തിയിൽ ആദ്യം ഞങ്ങൾ തുടങ്ങുന്നത് ആന ചവിട്ടിക്കൊന്ന ജസ്റ്റിൻ്റെ ഭാര്യയാണ്. ഭാര്യയും ഭർത്താവും കൂടി പള്ളിയിലേക്ക് പോകുമ്പോൾ, ബൈക്കിൽ പോകുമ്പോൾ ആന ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ ചവിട്ടിക്കൊല്ലുവാണ്. ആ ഭാര്യയാണ് ഞങ്ങളോട് ആദ്യം വന്ന് സംസാരിച്ചത്. പിന്നെ പന്നിക്കൂട്ടം മുഴുവൻ വാഴകൃഷിയും നശിപ്പിച്ചു. 1 രൂപ പോലും സർക്കാർ 5000 വാഴ കടം മേടിച്ച് വെച്ചൊരാണ് ജോസ്. ഒരു രൂപ പോലും നഷ്ടപരിഹാരം കൊടുത്തില്ല. 5000 വാഴ നശിച്ചു. അയാൾ ആത്മഹത്യ ചെയ്തു. അയാളുടെ ഭാര്യയാണ് രണ്ടാമത് വന്നത്. എത്രയോ മനുഷ്യരുടെ സങ്കടമാണ്. ഇന്നലെയും ഉണ്ടായിരുന്നു പോത്തുകല്ലിൽ ഉണ്ടായ സംഭവങ്ങൾ. അപ്പം ഇത് ആവർത്തിക്കപ്പെടുകയാണ് കേരളത്തിൽ. ഗവൺമെന്റ് അല്ലേ, ഗവൺമെന്റ് ഇങ്ങനെ നിഷ്ക്രിയമായിരുന്നാലോ അപ്പോൾ ആളുകൾ പ്രതികരിക്കില്ലേ? വൈൽഡ് ലൈഫ് ആക്ട് അമെൻഡ് ചെയ്യാൻ വേണ്ടി നടപടിയെടുത്ത ഏത് തരത്തിലാണ് ഉദ്ദേശിക്കുന്നത്? കോടതിയെ സമീപിക്കുക, സുപ്രീം കോടതി? നമ്മളിപ്പോൾ ആദ്യം കേരളത്തിൽ തന്നെ ഒരു പ്രമേയം പാസ്സാക്കി. ഞങ്ങൾ ആ പ്രമേയത്തിന് പിന്തുണ കൊടുത്തു. ഇനി ഇപ്പോൾ ദേശീയ തലത്തിൽ അതൊരു വലിയ വിഷയമായി കൊണ്ടുവരണം. ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തോടും ഞങ്ങൾ ഈ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മാനിഫെസ്റ്റോയിലും മറ്റു കാര്യങ്ങളിലും വരികയും കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമ്മുടെ എംപിമാരും ആ കാര്യത്തിൽ വളരെ ആക്ട് സ്വകാര്യ ബില്ല് ശ്രീകണ്ഠൻ പാർലമെന്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അത് മാത്രം പോരല്ലോ, സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു ആക്ഷൻ പ്ലാൻ വേണ്ടേ? ഇങ്ങനെ മനുഷ്യൻ വന്യജീവി വരും, അവർക്ക് വേണ്ടി ഈ ആളുകളെ മുഴുവൻ വിട്ടുകൊടുക്കുകയാണ്. ഒരു സ്കീം വേണ്ടേ? പണ്ടെല്ലാം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആക്റ്റീവ് ആയിരുന്നല്ലോ. ഇത്രയും നിഷ്ക്രിയത്വം ഈ വനം വകുപ്പിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. വയനാട്ടിലെ DCC ഉൾപ്പെടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ജനങ്ങളെ MLA-ക്കെതിരെ കൂട്ടുകാരുടെ സാഹചര്യമുണ്ട്. UDF MLA-മാർക്കെതിരെ പോലും വലിയ പ്രതിഷേധം. അല്ല, MLA-മാർക്കെതിരെ എന്ത് പ്രതിഷേധമോ? അത് വെറുതെ വേറെ വല്ലവരും പറഞ്ഞിരിക്കും. MLA-ക്ക് എന്ത് ചെയ്യാന്? MLA-മാരൊക്കെ ഫുൾ ടൈം നിൽക്കുക. സിദ്ദിഖാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചത്. IC ബാലകൃഷ്ണൻ ഇതിനു മുമ്പ് ഈ വിഷയം അവതരിപ്പിച്ചപ്പോഴാണ് വനമന്ത്രി ചോദിച്ചത്, ഞാൻ മന്ത്രി ആയതുകൊണ്ടാണോ ആന കാട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് ചോദിച്ച വനമന്ത്രിയുള്ള നാടാണ് നമ്മുടേത്. MLA-മാർക്ക് ഇത് നിയമസഭയിലും പുറത്തും വന്ന് പറയാനും ജനങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഞങ്ങൾ പ്രതിപക്ഷ MLA-മാരില്ലേ? അത് അവരുടെ നേരെയൊന്നും സംഘർഷത്തിന് പോയിട്ടൊന്നും കാര്യം. പിന്നെ ആളുകൾ ജനപ്രതിനിധികളെ കാണുമ്പോൾ ഇപ്പം ഞാൻ ചെന്നാലും എന്നോട് പ്രതികരിക്കും. അത് ജനപ്രതിനിധികളെയും നേതാക്കളെയും കാണുമ്പോൾ സങ്കടം പറയും ആളുകൾ. അതെന്താ കുഴപ്പം? ഇതുപോലെ തന്നെയാണ് തീരപ്രദേശത്ത് ചെല്ലുമ്പോൾ ആളുകൾ വൈകാരികമായി പ്രതികരിക്കും. അത് അവരുടെ ജീവിത പശ്ചാത്തലമാണ്. ആര് ചെന്നാലും പ്രതികരിക്കുമായിരിക്കും. ജനപ്രതിനിധികളെയും രാഷ്ട്രീയ നേതാക്കളെയൊക്കെ കാണുമ്പോൾ ഒരു ചൂടാവും. കാരണം നിങ്ങളിത് കൊണ്ടുവരണമെന്നാണ് അവരെ പറയുന്നത്. അത് വൈകാരികമായ പ്രതികരണം. അതിന് അവരുടെ മെക്കിട്ട് കയറാൻ പോലീസിനൊന്നും അയക്കേണ്ട ആവശ്യമില്ല. അവരെ സമാധാനിപ്പിച്ച് നടപടിയെടുക്കാമെന്ന് പറഞ്ഞ് ചെയ്യണം. കഴിഞ്ഞ വയനാട് കളക്ടർക്ക് എത്ര നേരം കഴിഞ്ഞിട്ട് അവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് വല്ല അറിയോ? എത്ര സമയം കഴിഞ്ഞിട്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനുണ്ടായില്ല. ജനങ്ങളിങ്ങനെ വയലൻ്റായി നിൽക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഒരു വിധത്തിൽ ഒതുക്കി ഈ MLA-മാർ തന്നെയാണ് അവരെ സാന്ത്വനിപ്പിച്ച് എല്ലാം ചെയ്തത്. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിയുന്നതിന് മുമ്പ് അടുത്ത ആന ഒരാളെ ചവിട്ടിക്കൊല്ലുവാണ്. അവിടെ ഒരു ചികിത്സാ സൗകര്യം പോലും ഇല്ല വയനാട്ടിൽ. സ്വാഭാവികമായ പ്രതിഷേധമാണ്.